ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 47-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 20 ആണ്. 20യുടെ ഡിവിസിബിലിറ്റി റൂൾ. ഇപ്പോൾ ഒരു നമ്പർ 20 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവിസിബിലിറ്റി, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ടും 4 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാലോ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 20 ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ആ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4ഉം 5ഉം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 5 നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ 4ഉം നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു നമ്പർ 25,620 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 20 ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ യൂണിറ്റ് പ്ലേസോ അല്ലേ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, യൂണിറ്റ് പ്ലേസ് നോക്കുക. യൂണിറ്റ് പ്ലേസ് 0 ആണോ 5 ആണോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ യൂണിറ്റ് പ്ലേസ് 0 ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5 ആണ് എന്ന് പറയാം. ഇനി 4ൻ്റെ ഡിവിസിബിലിറ്റി കൂടെ ചെക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ആ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. ഇവിടെ 20 ആണ്, 20 നമുക്കറിയാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്, അതുകൊണ്ട് ഈ ഒരു നമ്പറും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അപ്പോൾ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5 ആണ്, അതുപോലെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 20 ആണ് നമുക്ക് നേരിട്ട് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. 9, 5, 6, 2, 4, 8, 0. ഓക്കെ, ഇപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 20 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ മുഴുവനായി ചെക്ക് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. യൂണിറ്റ് പ്ലേസ് 0 ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് അല്ലെ. യൂണിറ്റ് പ്ലേസ് 0 ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5 ആണ്. ഇനി എന്ത് ചെയ്യാം, ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കാം. 80 ആണ്, നമുക്കറിയാം 80 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലെ. 4 × 20 ആണ് 80. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട് എന്ത് പറയാം, നമുക്ക് ഈ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5 ആണ്, അതുപോലെ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു വലിയ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 20 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 20യുടെ ഡിവിസിബിലിറ്റി റൂളിൽ വരുന്നത് അത് എന്തായിരിക്കണം, 4 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് പറയാൻ പറ്റും, നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 20 എന്ന് പറയാൻ പറ്റും. ഇതാണ് 20യുടെ ഡിവിസിബിലിറ്റി റൂൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി വരാം. ടിൽ ദെൻ ബൈ.